വിശുദ്ധ മറിയം ത്രേസ്യ പറയുന്നുണ്ടല്ലോ, മക്കളെ, ദൈവം ദൈവമാണെന്ന് മറക്കരുത്. ഈ പ്രഭാതത്തിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ഇത് പച്ചപിടിച്ച ഒരനുഭവമായി മാറണം. ഈ ബോധ്യം, ദൈവം സർവശക്തനും അത്യുന്നതനുമാണ്, അവൻ മഹോന്നതനാണ്. ആയതിനാൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തളരുന്ന നമ്മുടെ മനോഭാവം, നിരാശയിലും വിഷാദത്തിലും ആഴപ്പെടുന്ന നമ്മുടെ മനോഭാവം, അവിടെയെല്ലാം നാം തിരിച്ചറിയണം, നമ്മുടെ ദൈവം, അത്യുന്നതനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും നമ്മുടെ ദൈവം നമ്മളെ തള്ളിക്കളയുകയില്ല. മഹോന്നതനായ ആ കർത്താവിന്റെ കർത്തൃത്വം നമ്മൾ ഏറ്റുപറയണം. ഓരോ പ്രഭാതത്തിലും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇങ്ങനെ മന്ത്രിക്കണം, എൻ്റെ ദൈവം എന്നെ പരിപാലിക്കും, ഞാൻ തളരുകയില്ല, ഇടറുകയില്ല, പതറുകയില്ല, കാരണം എൻ്റെ ദൈവം അത്യുന്നതനാണ്. അത്യുന്നതനായ കർത്താവേ, അങ്ങേക്കു കൃതജ്ഞതയർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിനു സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. ദേശതന്ത്രീനാദത്തോടുകൂടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു. പ്രിയരെ, കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു. നമ്മൾ വളരെ ആഴമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്നിൽ സന്തോഷമുണ്ടോ, അതോ നെടുവീർപ്പ് നിറഞ്ഞ വിഷാദമുഖമായ ഒരു ജീവിതമാണോ എൻ്റേത്? കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. അതൊരു വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ്. കർത്താവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഏത് പ്രതികൂലതകളിലും സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആ വചനത്തോട് നമ്മൾ വായിക്കാറില്ലേ, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. സന്തോഷത്തിന് ഒരു വലിയ എനർജി ഉണ്ട് പ്രിയമുള്ളവരെ, ഒരു പുതിയ ഊർജമുണ്ട്. അതുകൊണ്ട് തന്നെ സന്തോഷമുള്ള കൂട്ടായ്മകള്, സന്തോഷമുള്ള കുടുംബങ്ങള്, അതിനൊക്കെ ഒരു വലിയ സ്നേഹോർജമുണ്ട്. അവിടെ കൂട്ടുകൂടുവാനും ചേർന്ന് നിൽക്കുവാനും എപ്പോഴും എല്ലാവർക്കും സന്തോഷമാണ്. എന്നാൽ സന്തോഷമില്ലാത്തിടത്തോ, സന്തോഷമില്ല എങ്കിൽ ഒരു വലിയ ശൂന്യത, ഒരു നിർജീവമായ അവസ്ഥ. അത് പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ്, വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ദൈവത്തിന് യഥാർത്ഥ വിശ്വാസമുള്ളവര് അവർ സന്തോഷിക്കും. കാരണം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ചിരിക്കും. അങ്ങനെയല്ലേ ഈശോ പറഞ്ഞത്? ആയതിനാൽ എൻ്റെ സ്നേഹ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം സന്തോഷദായകമായി മാറണം. ഓരോ ഞെരുക്കത്തിന്റെ അവസ്ഥ വരുമ്പോഴും അതിനുള്ളിൽ എൻ്റെ ദൈവം സന്തോഷം ഒളിപ്പിച്ചു വെച്ചിട്ടും തിരിച്ചറിയണം. ഓരോ കണ്ണീരിന്റെ നരവിനപ്പുറം സ്നേഹത്തിന്റെ പുഞ്ചിരിയും വലിയ കരുതലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ആയതിനാൽ ഈ ദിവസം ഒരു സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രത്യാശയുടെ നിറവായി മാറണം. തളരരുത്, പതളരുത്. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ വാക്കുകൾക്ക് കാതുകൾ കൊടുക്കുക. മനുഷ്യന്റെ വാക്കുകളിലല്ല, ദൈവത്തിന്റെ വചനങ്ങൾ പ്രത്യാശ അർപ്പിക്കുക. അവിടെ ആനന്ദിക്കുക, സന്തോഷിക്കുക. അതെ, കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു. അതെ, ആനന്ദഗീതം ആലപിക്കുന്ന സ്പന്ദനമായി മാറണം നമ്മുടെ ഹൃദയതാളം. ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക്, ദൈവത്തിന്റെ പദ്ധതികൾക്ക്
ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട് വളരെ ഒരു സ്വച്ഛമായ, ശാന്തമായ, പ്രത്യാശയുടെ ജീവിതം നയിക്കുവാൻ ദൈവം വിളിക്കുകയാണ്. പുതിയ പ്രഭാതമൊരുക്കി, പുത്തൻ അഭിഷേകമൊരുക്കി, പുതിയ ചൈതന്യമൊരുക്കി നമ്മെ വിളിക്കുകയാണ്. ആയതിനാൽ ദൈവീക പദ്ധതിക്ക് കാതുകൊടുത്തുകൊണ്ട്, ദൈവീക പദ്ധതിക്ക് ഹൃദയം ചേർത്തുകൊണ്ട് നമുക്ക് ജീവിത പാന്താവിലേക്ക് മുന്നേറാം. ഈ പുതിയ പകൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ തണൽ വിരിക്കുന്ന, സ്നേഹത്തണൽ വിരിക്കുന്ന കരങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ നയിക്കും, ഭരിക്കും, വളർത്തും. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി പകരും. വീണ്ടും സങ്കീർത്തകൻ പറയുന്നു, പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അതെ, പ്രഭാതത്തിൽ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ഓരോ പ്രഭാതവും ദൈവം നമ്മളെ ഉണർത്തുന്നില്ലേ? ഞാൻ ഉറങ്ങാനായി താരാട്ടുപാടുന്ന ദൈവം, ഞാൻ ഉറങ്ങുമ്പോൾ കാവലിരിക്കുന്ന ദൈവം, നേരം പുലരുമ്പോൾ എന്നെ ഉണർത്തുന്ന ദൈവം, ഞാൻ ഉണരുമ്പോൾ എന്നെ നടത്തുന്ന ദൈവം. അത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ്. ഓരോ പ്രഭാതത്തിലും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുക, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നന്ദി പറയുക. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം. അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം, അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം. ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ്, ഭോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തികളോ ദൈവത്തിന്റെ മഹനീയമായ ചിന്താധാരകളുടെ ആഴങ്ങളോ നമുക്ക് അറിയാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ പദ്ധതിക്ക് കീഴിൽ നിൽക്കാതെ നമ്മൾ പലപ്പോഴും കുതിരിമാറാറുണ്ട്. ഈ പ്രഭാതത്തിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, എൻ്റെ ദൈവത്തിന്റെ പദ്ധതികളോട് ഞാൻ ജീവിതം ചേർക്കണം, എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയോട് ഞാൻ വിശ്വസ്തത പുലർത്തണം, വിശ്വാസത്തോടെ അത്യുന്നതനായ ദൈവത്തിന് മഹത്വം നൽകണം. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടും, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധാലുവാണ് എൻ്റെ ദൈവം, ഞാൻ തളരുകയില്ല. പ്രിയമുള്ളവരെ, ഓരോ പ്രഭാതത്തിലും നമ്മൾ ഇങ്ങനെ ബലിവേദിക്കരികിൽ ഉദ്ഘോഷിക്കാറില്ലേ, കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു എന്ന്. ഓരോ ദിവസവും നമ്മൾ ഈ പ്രഖ്യാപനം ചെയ്യുന്നുണ്ടെങ്കിലും ആ ബലിവേദിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട്. പല പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഇടറിപ്പോകാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിശ്വസിക്കണം, എൻ്റെ ദൈവം അത്യുന്നതനാണ്. എൻ്റെ ദൈവത്തിന്റെ ചിന്ത, എന്നെക്കുറിച്ച് ഉള്ള പദ്ധതി, സ്വപ്നങ്ങൾ, അത് വലിയ ശ്രേഷ്ഠമാണ്. ആയതിനാൽ ദൈവത്തിന് മഹത്വം നൽകണം. കർത്താവെ, ദശതന്ത്രി നാദത്തോടുകൂടി എൻ്റെ കർത്താവിന് ഞാൻ മഹത്വം നൽകും. അതേ പ്രിയമുള്ളവരെ, ദശതന്ത്രി നാദം നമുക്ക് സാധാരണ ജീവിതങ്ങൾ ഉപയോഗിക്കാവുന്ന ദശതന്ത്രി നാദം എന്താ? ദശം 10. അപ്പോൾ 10 വിരലുകൾ ചേരുന്ന ഒരു ദൈവത്തിന്റെ മഹനീയതയെ പ്രഘോഷിക്കുന്ന കരഘോഷം കർത്താവിന് കൊടുക്കുക. ഓരോ തളർച്ചയിലും ഉറപ്പോടെ വിശ്വസിക്കണം, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല, എൻ്റെ ദൈവം എന്നെ വിജയിപ്പിക്കും. ആയതിനാൽ ഓരോ പ്രഭാതവും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം നിറയണം, പ്രത്യാശ നിറയണം. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് വലിയ പദ്ധതിയോടെ കാത്തിരിക്കുന്നവനാണ്, എന്നെ കൈവിടാത്തവനാണ്. അങ്ങനെ ഈ പ്രഭാതത്തിൽ പ്രിയ സഹോദര സഹോദരി, നിന്റെയും എന്റെയും ജീവിതത്തിൽ ഈ പ്രത്യാശയുടെ നിറവുണ്ടാകട്ടെ. ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ്, ഭോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു, തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു.
എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും. സങ്കീർത്തകൻ വീണ്ടും പറയുകയാണ്, ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു, തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തേ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ പ്രതികൂലതകൾ വരുന്നു, സഹനങ്ങൾ വരുന്നു, ഞാൻ ഒരു ദുഷ്ടതയും ചെയ്യാൻ അങ്ങനെ ശ്രമിക്കാറില്ല, എന്നിട്ടും